നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ അവസരത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസം നമ്മൾ RP തോട്ട്സിൽ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളം, പശ്ചിമ ബംഗാൾ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ് പറഞ്ഞത്. മമതയുടെ ഭരണത്തിൽ നുഴഞ്ഞുകയറ്റക്കാരും ISI സ്പോൺസേഡ് ഗുണ്ടകളും ഒക്കെ ചേർന്ന് വെസ്റ്റ് ബംഗാളിനെ ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നതിനെക്കുറിച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ താവളമാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം, മറ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇന്ന് പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ചാണ്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് കേരളത്തെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇരുന്നത്. അപ്പോഴാണ് പൂജനീയ സ്വാമി ചിദാനന്ദപുരിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ പ്രസ്താവനയിൽ കേരളം നേരിടാൻ പോകുന്ന ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇത് അടുത്ത ഒരു 24 മണിക്കൂറിൽ ഒരു വിവാദം എന്ന നിലയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഒഴിച്ച് മാറ്റി നിർത്തിയാൽ, നമ്മളെപ്പോലെയുള്ള തത്വമയിയെപ്പോലെയുള്ള ദേശീയ ബോധമുള്ള ചില മാധ്യമങ്ങൾ ഇത് ഹൈലൈറ്റ് ചെയ്യും എന്നതിനെയും ഒഴിച്ചു നിർത്തിയാൽ ഒരു മാധ്യമവും ചിദാനന്ദപുരി സ്വാമിയുടെ ഈ പ്രസ്താവനയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ഒരു സീരിയസ് ആയ ഒരു ചർച്ച അവർ ഇതിൽ ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൗണ്ടർ ചെയ്യുക, എതിർക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. നടന്ന കാര്യങ്ങൾ മാത്രമാണ് വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി കുറേ മുദ്രാവാക്യങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അവിലും മലരും മേടിക്കാൻ കുന്തിരിക്കോ മേടിക്കാൻ തയ്യാറായിക്കോ, അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞത് മുതൽ മതമാണ് 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 പ്രശ്നമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഷാജിയുടെ പ്രസ്താവനയും, ഏറ്റവും അവസാനം അബ്ദുൾ സമദ് സമദാനി, അദ്ദേഹം ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, വലിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ട് അതിൽ നിന്ന് കരകയറി ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇക്കോസിസ്റ്റം അദ്ദേഹത്തെ കൃത്യമായി സംരക്ഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും മതവും വലിയ ആദർശവും പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. സമദാനി പറയുകയാണ്, ശ്രീപത്മനാഭൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ സ്വത്തല്ല, അത് പൊതുസമൂഹത്തിൻ്റെ സ്വത്താണെന്ന് എന്ന് അദ്ദേഹം അങ്ങ് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാനുള്ള ഒരു പ്രതലം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിഷയം. അതാണ് സ്വാമിജി ചൂണ്ടിക്കാട്ടാനും ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേരളം നേരിടുന്ന ഒരു വലിയ ഭീഷണിയെക്കുറിച്ച് സ്വാമിജി അത് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട, അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചാണ് സ്വാമിജി പറഞ്ഞിട്ടുള്ളത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിലും ഭീകരമായ ഒരു ചിത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പോർട്ടിൽ തന്നെ കേരളവും പശ്ചിമ ബംഗാളും ഇസ്ലാമിക ഭീകരതയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന ഒരു റിപ്പോർട്ട് വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. പക്ഷേ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു റിപ്പോർട്ടിലാണ് കേരളവും പശ്ചിമ ബംഗാളും അവർ എടുത്തു പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയൊക്കെ കേന്ദ്രമായി ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാറുന്നുവെന്ന്. പക്ഷേ അമേരിക്കക്കാരന് ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കണ്ണു തുറന്നു നോക്കിയാൽ നമ്മൾക്ക് തന്നെ കാണാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളം നടന്നടുക്കുന്നത് ഒരു തീവ്രവാദ സ്വഭാവമുള്ള, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും രാജ്യവിരുദ്ധതയ്ക്കും വലിയ പ്രാധാന്യമുള്ള, ആ സ്വാധീനമുള്ള ഒരു സമൂഹത്തിൻ്റെ രൂപകൽപ്പനയിലേക്കാണ്, അല്ലെങ്കിൽ രൂപീകൃതമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾക്ക് ചുറ്റും കണ്ണു തുറന്ന് ഒന്ന് നോക്കിയാൽ മതി. ഈ പറഞ്ഞ സ്വാമിജി പറഞ്ഞ മുദ്രാവാക്യങ്ങളും മറ്റു കാര്യങ്ങളും മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത്, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് അത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. നമ്മളുടെ കണക്കുകളിൽ ഉൾപ്പെടുന്നതിനും അപ്പുറമുള്ള കണക്കുകൾ ഉണ്ട്. കാരണം പലരും പോയിട്ടുള്ളത് ഗൾഫ് മേഖലയിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് പോയവർ കേരളത്തിലുള്ള ഇസ്ലാമിക് ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ ഇസ്ലാമായിട്ട് ജനിച്ച ആൾക്കാർ മാത്രമല്ല, ഇവിടുന്ന് ആൾക്കാരെ മതം മാറ്റി കൊണ്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ നിമിഷ ഫാത്തിമയുടെയൊക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകളിലും, അത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയിൽ മാത്രമല്ല, അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടനയിൽ മാത്രമല്ല, ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനയിലും മലയാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ തന്നെ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അൽ നുസ്ര എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അധികം ആരും കേട്ടിട്ടില്ല. അൽ ഖ്വയ്ദയുടെ ഒരു അവാന്തര വിഭാഗം മാത്രമാണ് അൽ നുസ്ര. വളരെ ചെറിയ സംഘടനയാണ്. അവർ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് യുദ്ധം ചെയ്യുന്ന സംഘടനയായിരുന്നു, ഇസ്ലാമിക ഭീകര. ആ സംഘടനയിലും ഉണ്ടായിരുന്നു ഒരു മലയാളി. എന്തിന്? കാബൂളിലെ, പാകിസ്ഥാനിലെ, മറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്വാധീന മേഖലയിൽ പല സ്ഥലങ്ങളിലും ഒക്കെ നടന്ന ഭീകരാക്രമണം മാത്രമല്ല, സൂയിസൈഡ് ആക്രമണങ്ങളിൽ ആത്മഹത്യാ സ്ക്വാഡ് ആയിട്ട് പോയതും മലയാളി ചെറുപ്പക്കാരാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിൻ്റെ കവർ സ്റ്റോറിയിൽ പോലും മലയാളി എത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പോലും മലയാളി ഉണ്ടായിരുന്നു. നമ്മളുടെ തൊട്ടിപ്പുറത്തുള്ള ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബ് സ്ഫോടനം, അതെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ ബോംബ് സ്ഫോടനത്തിനും ഉണ്ടായിരുന്നു ഒരു മലയാളി ബന്ധം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഭീകര സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്ന ഒരു മേഖലയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പടച്ചുവിടുന്ന ഒരു മേഖലയായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് മാത്രമല്ല നടക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മീഡിയ ഇക്കോസിസ്റ്റമുണ്ട്. ആ ഇക്കോസിസ്റ്റത്തിൻ്റെ തണലിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നതും ഇവരെല്ലാം വലിയ തോതിൽ ശക്തരാകുന്നതും. അതിന് കൃത്യമായി ഫിനാൻഷ്യലും ഫണ്ടിങ്ങും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ വന്ന കണ്ടെയ്നർ നോട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നില്ല. കേരളം ഇന്നൊരു ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ട് രാജ്യത്ത് തന്നെ വളരെ കൃത്യമായി രാജ്യത്തെ ഏജൻസികൾ അതിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം പോലുമല്ല. കേരളത്തിൽ നിരവധി തീവ്രവാദ ബന്ധമുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കേരളീയർ ഉൾപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും, രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം ഇതൊരു ചർച്ചാ വിഷയമല്ല. ഇത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ശക്തിയാണ്. അതിൽ മാധ്യമങ്ങളുണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. ഇപ്പോൾ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുമായി ഇടതുപക്ഷത്തിന് ഇപ്പോൾ നേരിട്ട് ബന്ധമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലൊക്കെ നടന്ന കൊട്ടിക്കലാശത്തിൽ ഇവരുടെ എല്ലാം പതാകകൾ ഒരുമിച്ച് പാറിക്കളിക്കുന്ന ചിത്രങ്ങളൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ SDPI എന്ന് പറയുന്ന ഈ സംഘടനയും ഈ സംഘടനയുടെ മാതൃസംഘടന എന്ന് പറയുന്ന PFI ഒക്കെ പറയുന്നത് 2047 ഇവർ ഭാരതം പിടിച്ചടക്കുമെന്നാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ പ്രസ്താവനയാണ്. പക്ഷേ ഇന്ന് ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇന്ന് തെരഞ്ഞെടുപ്പിൽ പോലും ഈ വിഷയങ്ങൾ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമായിട്ടില്ല. കേരളത്തിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും സ്ലീപ്പർ സെല്ലുകളുണ്ട്. എല്ലാ അർത്ഥത്തിലും ചെറിയ ചെറിയ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ചെറിയ സംഘങ്ങളുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഇവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നല്ല ചെറുപ്പക്കാരെ നോക്കി നടക്കുന്ന, അവരെ മതഭ്രാന്ത് കുത്തിവെച്ച് അവരെ സിറിയയിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അയക്കാൻ വേണ്ടി ശ്രമിക്കുന്ന റിക്രൂട്ടേഴ്സ് ആവശ്യത്തിൽ കൂടുതൽ കേരളത്തിൽ തന്നെ സമാധാനപരമായിട്ട് നമ്മളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ജീവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരു സ്ക്രൂട്ടണിയിൽ, ഒരു സോഷ്യൽ സ്ക്രൂട്ടണിയിൽ വരാത്തതിൻ്റെ കാരണം നമ്മളുടെ മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മാറാട് കലാപം തൊട്ട്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ചേകന്നൂർ മൗലവിയുടെ തിരോധാനം തൊട്ട് ഇങ്ങേയറ്റം വന്ന് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം വരെയുള്ള കാര്യത്തിൽ ഇവർ എടുക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിന്? മറുവശത്ത് അബ്ദുൾ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞ് അയാൾ ദുബായിലെ ജയിലിൽ നരകയാതനയാണ് അനുഭവിച്ചത്. അയാളെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ മാധ്യമങ്ങൾ പോലും തയ്യാറായിട്ടില്ല. എന്തിന്? കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഭരതനാട്യം കളിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കി. ഒരു ചർച്ചയും അതിൻ്റെ പേരിൽ സംഘടിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഇവർ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിക്കുമ്പോൾ അതിലും വലിയ ഇരട്ടത്താപ്പാണ് നമ്മളുടെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത്. അവരെല്ലാം RSSനെ ചൂണ്ടിക്കാട്ടി പേടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രീ MV ഗോവിന്ദൻ്റെയൊക്കെ പഴയ പ്രസ്താവനകൾ തൊട്ട് എടുത്തു കഴിഞ്ഞാൽ SDPI അല്ലെങ്കിൽ
PFI നടത്തുന്ന തീവ്രവാദത്തെ ഒരളവിൽ അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ പോലും ആ പ്രസ്താവനകൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം RSS ആണ് ഭീകര സംഘടന, RSSനെ ചെറുക്കാനാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ന്യായീകരണം വളച്ചുകെട്ടില്ലാതെ ഏതാണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ശ്രീ ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ. യഥാർത്ഥത്തിൽ RSS ആണ് ഈ രാജ്യത്തിൻ്റെ RSSകാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് കഴിഞ്ഞ 2014 മുതൽ. ഈ രാജ്യത്ത് എത്ര ന്യൂനപക്ഷ പീഡനങ്ങളുണ്ടായി, എത്ര വർഗീയ കലാപങ്ങളുണ്ടായി, എത്ര പേർക്ക് നാട് വിട്ട് ന്യൂനപക്ഷമാണ് എന്നതിൻ്റെ പേരിൽ പോകേണ്ടി വന്നു എന്നൊന്നും ആരും ചോദിക്കാത്തത് മര്യാദ കൊണ്ട് മാത്രമാണ്. കാരണം ചർച്ച എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ വിഭജനം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ തഴച്ചു വളരുന്നു. ആ തഴച്ചു വളരുന്ന ഇക്കോസിസ്റ്റത്തിൻ്റെ കീഴിൽ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ നിർബാധം പ്രവർത്തിക്കുന്നു. നമ്മൾ ഇവിടെ ബോംബ് സ്ഫോടനം നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ അത്തരം പരസ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലല്ലോ, ഇവിടെ സമാധാന ലംഘനം ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നേരത്തെ സ്വാമിജിയൊക്കെ ചൂണ്ടിക്കാട്ടിയ ഈ മുദ്രാവാക്യം വിളിയൊക്കെ പിന്നെ ഇതല്ലെങ്കിൽ മറ്റെന്താണ്? ഒരു ഹിന്ദു സംഘടനയുടെ ഒരു പ്രകടനത്തിലാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ വരുന്നതെങ്കിൽ ഇതായിരിക്കുമോ സമീപനം? തീർച്ചയായിട്ടും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിന് പരിഹാരം എന്താണ്? അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ അധികാരത്തിൽ വരേണ്ട സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ കൃത്യമായിട്ട് ഈ ഫോറിൻ ഫണ്ടിങ്ങിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്താൻ ആർജവമുള്ള സർക്കാർ വരണം. കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനം വളരെ ശക്തമായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച്, വിദേശ ബന്ധമുള്ള ഇത്തരം ആൾക്കാരെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ എത്ര പേർക്ക് ഭീകരബന്ധമുണ്ട്, എത്ര പേർ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന് കാര്യമായ വിവരമില്ല. ഒരു ജില്ലയിൽ ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ പൂർണ്ണ വിവരം മറ്റൊരു ജില്ലയിലെ പോലീസ് സംവിധാനത്തിന് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇവരെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ നമുക്ക് സംവിധാനമില്ല. നമ്മളുടെ ബംഗ്ലാദേശ് ബോർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറന്നു കിടക്കുകയാണ് പല സ്ഥലങ്ങളിലും. അവർക്ക് വളരെ ഈസിയായി സൗത്ത് ഇന്ത്യയിൽ വന്ന് അവർക്ക് വേണ്ടത് ചെയ്യാൻ സാധിക്കും. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാരതത്തിൽ ബംഗാളി ആരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശി ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുമില്ല. ഇങ്ങനെ വളരെ തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് കേരളമെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ സാധിക്കുന്ന, വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നതിനെ തടയിടാൻ സാധിക്കുന്ന, രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ സഹായിക്കുന്ന അത്തരത്തിൽ പോലീസ് സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും ശക്തിപ്പെടുത്താൻ, അതിനുവേണ്ടി നടപടിയെടുക്കാൻ കൃത്യമായ പോലീസിങ്ങും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ കൃത്യമായി തന്നെ എളുപ്പത്തിൽ തന്നെ അതിന് നടപടിയും എടുക്കുന്ന ഒരു സംവിധാനവും അതിനാർജവവുമുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളം അധോഗതിയിലേക്കാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ കാണുന്ന സമാധാനം എക്കാലത്തും ഉണ്ടാകണമെന്നും ഇല്ല. നമസ്കാരം.